ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ നിന്നാണ് നമ്മൾ മീൻ എടുക്കുന്നത്. ഓരോ അറകളുണ്ട് കേട്ടോ. മീൻ പിടിച്ചുകൊണ്ട് വരുന്ന ഓരോ അറകളിൽ നിന്നാണ് മുകളിലോട്ട് ബക്കറ്റിൽ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ചൂര കിടപ്പുണ്ട്. ഇത് CD എന്ന് പറയുന്നൊരു മോഡലുണ്ട്. ചൂരയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ രത്നഗിരി ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. ഹാർബറല്ല, ഇത് ജെട്ടി എന്നാണ് പറയുന്നത്. ഹാർബർ തൊട്ട് കുറച്ചും കൂടെ മാറിയിട്ടാണ് ഹാർബർ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ബോട്ടിൽ വന്ന മീൻ പുറത്തോട്ട് എടുക്കുകയാണ്. പുറത്തോട്ട് എടുത്തിട്ട് മുകളിലോട്ട് കൊടുക്കുകയാണ്. മുകളിൽ എന്ന് വെച്ചാൽ നമ്മൾ പിക്കപ്പ് വന്ന് കിടപ്പുണ്ട്. ആ പിക്കപ്പിലോട്ട് കയറ്റുന്നതിന് മുമ്പ് ഇവിടെ ത്രാസ് വെച്ചിട്ടുണ്ട്. ആ ത്രാസിൽ തൂക്കം നോക്കിയിട്ട് മാത്രമാണ്, അതായത് നിശ്ചിത തൂക്കം ഓരോ പെട്ടിയിലും ഉണ്ടാകും. ഏകദേശം 25 കിലോയാണ് ഒരു പെട്ടിയിൽ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു 25 കിലോ ആക്കിയ ശേഷം മാത്രമേ പെട്ടി നമ്മുടെ പിക്കപ്പിലോട്ട് കയറ്റത്തുള്ളൂ. എന്നിട്ടാണ് നേരെ നമ്മളെ ഷെഡിലോട്ട് കൊണ്ടുപോകുന്നത്. കുറച്ച് പേര് ഷെഡിലോട്ട് കൊണ്ടുപോകും, കുറച്ച് പേര് ഹാർബറിലോട്ട് കൊണ്ടുപോകും. വണ്ടി എവിടെയാണ് കിടക്കുന്നത് അവിടെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഷെഡിലോട്ട് കൊണ്ടുപോകും. ഷെഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഐസ് ഉണ്ടാവും. ഐസ് പ്ലാന്റാണ് നമ്മുടെ ഷെഡ് ഐസ് പ്ലാന്റ് ഒരുമിച്ചാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഐസ് പൊട്ടിച്ചത് ഒരു വണ്ടിയിൽ വന്ന് കിടക്കും. ആ വണ്ടിയിൽ നേരെ ഐസും ഈ മീനും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മീൻ വണ്ടിക്കകത്ത് കയറ്റിയാണ്, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള മീൻ വണ്ടിക്കകത്ത് കയറ്റിയാണ്. അത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ലോഡായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാം. അപ്പോൾ എന്തായാലും ഇവിടെ രത്നഗിരി ജെട്ടിയിൽ ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാനുള്ളത്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു, ആദ്യമായിട്ടല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹാർബറുണ്ട്. എന്നിരുന്നാൽ പോലും കുറച്ച് വലുതായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നു. ഒരുപാട് ബോട്ടുകളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഡീസൽ കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഓരോരുത്തർ ബാരൽ വീട്ടിൽ കൊണ്ടുപോകും. അത് നേരെ കൊണ്ടുപോകുന്നത് ബോട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ബോട്ടിൽ ഇന്ധനം ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ബാരലാണ് ബോട്ടിലോട്ട് ഇന്ധനം എത്തിക്കുന്നത്. ഇവിടെ വേറൊരു ബോട്ടിൽ വാളയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. വാളച്ചാകരയാണ്. വാളലോടാണ് ഈ ഒരു ബോട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രഷ് വാളയാണ്. അത് കണക്ക് തന്നെ ഈ വാള ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ഉണക്കമീനൊക്കെ ആയിട്ട് ഉണക്കി ഇട്ടേക്കുന്ന കാണാൻ പറ്റും. ഉണ്ടായത് കറക്റ്റ് ഏകദേശം 30 കിലോ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. 30-400 ഇതിൻ്റെ തൂക്കം വന്നിരിക്കുന്നത്, ഈ വാളയുടെ തൂക്കം. ഇവിടെ അടുത്തൊരു ബോട്ടിൻ്റെ മുകളിൽ വാള ഉണക്കായിട്ടേക്കും കേട്ടോ. ഉണക്കമീനാക്കാനായിട്ട് വാള വൃത്തിയാക്കി അക്ഷയിൽ തൂക്കിയിട്ടേക്കും കേട്ടോ. ചെറിയ ചൂരയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ മീഡിയം സൈസാണ്. ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ലാത്ത സൈസ് മീനാണ് ഈ ഒരു ബോട്ടിൽ വന്നിരിക്കുന്നത്.